ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞാലേ എൻ്റെ ഒരു മടി കാരണം രണ്ട് ദിവസം കൊണ്ട് പെട്ടുപോയ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അവരെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വെളിയിലിറങ്ങിയിരുന്നിട്ടും മടി കാരണം അങ്ങനെ അവിടെ ഉറച്ചിരിക്കുക. മിക്കവാറും ഇവിടുന്ന് വേര് കിളയ്ക്കും, അതേപോലെ ഇരിക്കുക കേട്ടോ. അപ്പം വേറെ ആരുമല്ല, എൻ്റെ മടി കാരണം പെട്ടുപോയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ദൈവരാണ്. ഈ ഒരു ബക്കറ്റ് നിറച്ചും തുണി കഴുകാനുള്ളതാട്ടോ, 2 ദിവസത്തേതേ. ഞാൻ എൻ്റെ വ്ളോഗിൽ എപ്പോഴും പറയാറുണ്ട്, തുണി നനച്ചില്ലെങ്കിൽ ഒരു മനസമാധാനക്കേടാന്ന് പറയുന്ന ആളാണ് ഞാൻ. അത് 100% സത്യമാണ്. അപ്പോൾ ഈ 2 ദിവസവും എൻ്റെ മനസ്സിൽ കിടന്ന് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നവും ഇത് തന്നെയായിരുന്നു. അപ്പോൾ മടിയുമാണ്. കുറച്ച് 1-2 കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ഇത് ചെയ്യാനങ്ങ് മടിയാണ്. കാക്കകൾ സമ്മതിക്കത്തില്ല. കേശപ്പ ഇവിടെ വാതിൽ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കാക്കകൾ ഇവിടെ നോട്ടം ഇട്ടിട്ടുണ്ട്. പ്ലീസ്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പം കുറേ 1-2 ആവശ്യങ്ങൾക്കൊക്കെ പുറത്തോട്ടൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കിന് പിന്നെ രാവിലെയാണ് ഞാൻ ഒരു 10 മണിക്ക് മുമ്പെയാണ് സത്യം പറഞ്ഞാൽ ഈ തുണികൾ ഞാൻ നനച്ചിടാറുള്ളൂ മിക്കവാറും ദിവസങ്ങളിൽ കേട്ടോ. പിന്നെ ചില എന്തെങ്കിലും കാരണങ്ങൾ മാത്രമായിട്ടാണ് വൈകുന്നേരത്തൊക്കെ മാറ്റി വെക്കാറുള്ളൂ. അപ്പോൾ ഈ പോയിട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഒരു മടി, ആ മടിയിൽ പെട്ടുപോയി ഇവരും. അങ്ങനെയാണ് എനിക്ക് ഇത്രയും ഒരു ബക്കറ്റ് നിറച്ചുകൊണ്ട് ഒരു കുത്തി അമക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നങ്ങ് നനച്ചിടാം. പിന്നെ വൈകിട്ടായാലും നനച്ചിട്ടാൽ ഉണങ്ങിക്കോളും. അത് ഇപ്പോൾ വെയിലാണല്ലോ, അതുകൊണ്ട് അത് നനയ്ക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാര്യങ്ങൾ ഉറപ്പായിട്ടും കമൻസായിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. തുണിയൊക്കെ സോപ്പ് പൊടി മുക്കി വെച്ചിട്ടേ ഞാൻ രാവിലെ ഞങ്ങൾ പോയിട്ട് അടുപ്പ് വാങ്ങിച്ചിട്ട് വന്നായിരുന്നേ. അപ്പോൾ അത് കൊണ്ടുവന്ന് അവിടെ വാതിൽ വിരിക്കുകയായിരുന്നു. അപ്പം നല്ല വെയിറ്റ് ഉണ്ട് ഈ ഒരു അടുപ്പിന് കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നതേ ഞാൻ അവിടെ വെച്ചിരുന്നു. അപ്പം നമുക്കിനി വിറകൊക്കെ വാങ്ങിച്ചിട്ട് വിറകടുപ്പിലും കൂടെയൊക്കെ കത്തിക്കണം. ഈ തൊണ്ടൊക്കെ അടുക്കി വെച്ചിരിക്കുന്നിടത്തെ ഞാൻ നേരത്തെ വിറകടുപ്പ് കത്തിച്ചുകൊണ്ടിരുന്നായിരുന്നു. നമ്മുടെ ഇഷ്ടിക വെച്ചിട്ടേ ആദ്യം ഒരു വിറകടുപ്പ് ഉണ്ടായിരുന്നു, നമ്മുടെ പൊടി നിറച്ചിട്ട് കത്തിക്കുന്ന ആ ഒരു അടുപ്പ് അങ്ങ് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാനാണെങ്കിൽ വെറുതെ വിറകൊക്കെ ഉള്ള സമയത്തെ നമ്മുടെ അടുപ്പ് കൂട്ടി തന്നെ കത്തിക്കുമായിരുന്നു. പിന്നെ വിറകൊന്നുമില്ല, ഇവിടെ മഴയൊന്നും പെയ്താൽ വിറകെടുത്ത് വെക്കാനുള്ള സൗകര്യവും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം നമുക്ക് ഗ്യാസിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്കൊരു ഒരു കുറ്റി എടുക്കാത്തതും ഇരിപ്പുണ്ട് ഉപയോഗിക്കുന്നത്, കൂടാതെ എന്നാലും വിറകടുപ്പും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് അത്ര ഒരു ഇതാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ രാവിലെ പോയി അടുപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ഒരു 200 സംതിങ് എന്തോ ആയിട്ടുണ്ടായിരുന്നു അടുപ്പിനെ. അപ്പോൾ അതുകൊണ്ടങ്ങ് വെച്ചു. ഇനിയിപ്പോൾ നാളെ മുതൽ വിറകും കൂടി വാങ്ങിച്ചതിന് ശേഷം വിറകടുപ്പിലൊക്കെ കത്തിക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇനിയും വരും. നമ്മുടെ വിറകടുപ്പിലെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വ്ളോഗ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു അടുപ്പ് നേരത്തെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് വെക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കണ്ടോ, തുണി നനയ്ക്കുമ്പോഴത്തേക്കിന് വെള്ളം ഒഴുകി പോകുന്നത് ആ ഒരു സ്ഥലത്തോട്ട്. അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെക്കണം. ആ ഒരു വീഡിയോയും വരുന്നതായിരിക്കും ഇതിൻ്റെ പുറകിൽ തന്നെ. അപ്പോൾ നമ്മുടെ തുണി നനപ്പൊക്കെ കഴിഞ്ഞത് ഞാൻ കണ്ടോ, എന്താ പറയുക, വിയർത്ത് കുളിച്ച് ഒരു കുളി കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത് അത്രയ്ക്ക് ചൂടാണല്ലോ. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു വള്ളിയും കൂടെ കെട്ടി കേട്ടോ തുണി ഇടാൻ വേണ്ടിയിട്ട്. ആ ഒരു സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ ഈ ഒരു വള്ളിയൊക്കെ ഇവിടെ ഉള്ളതാണ്. അങ്ങനെ കണ്ടോ, ഒരു 4-5 വള്ളിയിലെ തുണി ഉണ്ടായിരുന്നു. എല്ലാം നനച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിനകത്തൊരു സമാധാനം എന്നൊക്കെ പറയത്തില്ല, ആ ഒരു സമാധാനം എനിക്ക് കിട്ടി കേട്ടോ. അങ്ങനെ നേരെ കഴിഞ്ഞിട്ട് വന്ന പാടെ തണുത്ത വെള്ളം തന്നെ എടുത്ത് കുടിച്ചു. അങ്ങനെ കുടിക്കാൻ പാടില്ല, എന്നാലും കുടിച്ചു. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു, വിളക്കത്തീരുമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഒരു തുണിയലക്കൽ അപാരത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.